വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ ചോദിച്ച് പോകാം. എല്ലാവരുടെയും മുന്നിൽ കൈകൂപ്പി ഏത് വാഗ്ദാനവും നൽകാം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച് പോവുകയാണ്. നമസ്തേ. ബിജെപിയുടെ സ്ഥാനാർത്ഥിയാണ്. വലിയ കുടുംബത്തിൽ നിന്നല്ല, ഇതുപോലെ മണ്ണിൽ ഓല വരിച്ച് കിടന്ന് അവിടെ നിന്ന് വളർന്നു വരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു മൃഗസംരക്ഷണ ഡയറക്ടർ. അവരൊക്കെ ഒരു വോട്ട് നിറയെ പണം 4 ലക്ഷം രൂപ, മുറിഞ്ഞവൻ 50,000. കണ്ടില്ലേ? 149 പേര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 149 പേര് അദ്ദേഹം കണ്ടില്ലേ? ശരീരഭാഗങ്ങൾ ഇങ്ങനെ ചിഹ്നിച്ചത് ക്ഷേത്രത്തിന് ഒരുമിച്ച് പട്ടാളം ആരുമില്ലാതെ. അതുപോലെ നല്ല പരിപാടി നമ്മൾ കൊണ്ടുവരും. നരേന്ദ്രഭായ് മോഡിയുടെ നല്ല പരിപാടി ഇവിടെ കേരളത്തിൽ കൊണ്ടുപോകും. ഇങ്ങോട്ട് ആവാനേ ഒരു വോട്ട് തരണം, ധൈര്യമായിട്ട് കൈവടിയോ തരണം. നരേന്ദ്രമോദി നല്ല കാര്യം. ആ മുദ്രാ ബാങ്കിന്റെ 50,000 രൂപ മേടിച്ചോ, ദേശസൽകൃത ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. 50,000 രൂപ തന്നില്ലേ ഞങ്ങൾ അവിടെ സത്യഗ്രഹിക്കും. എന്തോ ആരോ വിളിച്ചു തോന്നുന്നു. വരിക. ഇനിയാണ് യഥാർത്ഥ വോട്ട് ചോദിക്കൽ. കഷ്ടകാലം വന്നപ്പോൾ ചെന്ന് കയറിയത് ടൈറ്റാനിക്കിലായി പോയല്ലോ എന്നതുപോലെയായി അവസ്ഥ. പാവം വാവ. നരേന്ദ്രഭായ് മോദി അത് ഞാൻ CPM-നോട് ചോദിച്ചില്ല, നിങ്ങളുടെ വ്യക്തികളോടല്ലേ. CPM-നോട് ചോദിക്കില്ല, നമ്മൾ വ്യക്തികളോടാണ്. അതെ, അതൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ ചേർന്ന് കമ്മ്യൂണെ ചേർന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ആ ഒറ്റക്കാര്യം ചോദിക്കുന്നു. കഴിഞ്ഞ പ്രകടന പത്രിക, പാർലമെന്റിന്റെ പ്രകടന പത്രിക നമ്മുടെ കയ്യിലുണ്ട്, ഡോക്ടർ കണ്ടു കാണാം. വിദേശത്തെ കള്ളപ്പണം മൊത്തം കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വീതം ഇടുമെന്നാണ് പറഞ്ഞത്. ഓരോ രാജ്യത്തിന്റെ നിയമത്തിന് വ്യത്യാസം. അതൊക്കെ ശരിയാ. ഓരോ രാജ്യത്ത് പണം കിട്ടാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളെ ഈ കൊണ്ടുകിടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോഴും പറയുന്നു, ഈഴവജാതി പിന്നോക്ക സമുദായക്കാരനായിട്ടുള്ള അവർണരായിട്ടുള്ള പട്ടികജാതിക്കാരനും ദളിതനെയും ഇന്നും വളരെ പുച്ഛത്തോടും അവജ്ഞയോടും ഒരു വീട്ടിൽ ഇന്നിപ്പോ കണക്കുന്ന ഞാൻ കേട്ട് ഇവിടെ NSSന്റെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വീട്ടിൽ നിങ്ങളെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുമെങ്കിൽ അതിന് വരാം. ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി ജീവിക്കേണ്ട ഈ രാജ്യത്ത് ഇതുപോലുള്ള സംഘർഷം ഉണ്ടാക്കി രാജ്യത്ത് സ്ഥാനാർത്ഥി ഡ്രൈവർ വണ്ടി എടുത്തോളൂ. ദൗത്യം പാലി. അവന് തലക്കകത്തൊരു കോപ്പുമില്ല. ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞതും വേനൽ കനത്തതും വെയിലത്തിറങ്ങുന്ന പ്രജകൾ കരിഞ്ഞുണങ്ങി വീഴുന്നതും ഒന്നും നമുക്കൊരു പ്രശ്നമേയല്ല. നമ്മളിങ്ങനെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇനി പശ്ചിമഘട്ടം മുഴുവൻ തന്നെ ഇല്ലാതായി ഉഷ്ണക്കാറ്റ് വീശുമ്പോഴും പറയാം, എല്ലാം വികസനത്തിന് വേണ്ടിയായിരുന്നല്ലോ. ആര് വളരും, ആരൊക്കെ ശരിയാകും, ഏതുവഴി തിരഞ്ഞെടുക്കും, എല്ലാം കാത്തിരുന്ന് കാണാനായി ദിനധരികിടതോം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 9:30 വക്രദൃഷ്ടിയും കാണാം. നല്ല നമസ്കാരം.